നമസ്കാരം. ജനത കോളേജിൻ്റെ +1 കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് +1 കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് മൊത്തം 14 ചാപ്റ്ററുകളാണ് പഠിക്കാനായിട്ടുള്ളത്. 14 ചാപ്റ്ററുകളിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. ടെക്നിക്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അതായത് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ്, അതിൽ എന്തൊക്കെ കൺസെപ്റ്റുകളുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുക. അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. നമുക്ക് മൊത്തം കെമിസ്ട്രിയിൽ 14 ചാപ്റ്ററുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണിത്. അതിൽ നമ്മൾ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ടെക്നിക്സിനെ കുറിച്ച് പഠിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. അതായത് ഒരു ആറ്റത്തിനെ സംബന്ധിച്ചുള്ള സ്ട്രക്ചറും അതിൽ ഏതൊക്കെ കണങ്ങൾ കാണപ്പെടുക മീൻസ് ഇപ്പോൾ അതിൽ നമ്മൾ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, അതിൻ്റെ ഡിസ്കവറി, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റം മോഡൽസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചാപ്റ്ററാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് ടേബിൾ. അതായത് ഈ പറയുന്ന നമുക്ക് ഉള്ള എത്രത്തോളമുള്ള എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടും ഉള്ള, അതായത് എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്. അതായത് നമുക്ക് ഈ പറയുന്ന എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ധാരാളം മോളിക്യൂൾസ് അതുപോലെ തന്നെ നിരവധി കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെ ടൈപ്പ്, എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്, അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോണ്ടിങ് വഴിയാണ്. ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധങ്ങൾ, അതായത് ബന്ധനങ്ങൾ വഴിയാണ് ഈ പറയുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അത് ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ വഴി പഠിക്കുക. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും മാറ്ററിൻ്റെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഫിസിക്കൽ സ്റ്റേറ്റുകൾ പഠിക്കാനുണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ സ്റ്റേറ്റുകൾ തന്നെയാണ് നമുക്കിവിടെയും കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ. പിന്നെ കുറച്ച് ആൾക്കാരുടെ ലോസിനെ കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. അടുത്ത ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കെമിക്കൽ, അതായത് കെമിസ്ട്രിയിൽ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ പരമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻസിനെ കുറിച്ചും ഈ കെമിക്കലായിട്ടുള്ള വേരിയേഷൻസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അടുത്ത ഏഴാമത്തത് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, പരസ്പരം കൂടിച്ചേർന്നിട്ടാണ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഇത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ത്രാസ് എടുക്കുമ്പോൾ തുല്യമായിട്ട് നിൽക്കുന്നു എന്ന് പറയും പോലെ ആ സന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. എട്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഈ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ടേമുകൾ പഠിക്കാനുണ്ട്. ഓക്സിഡേഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്, റിഡക്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്. നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്തത് 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. ഈ പറയുന്ന എസ് ബ്ലോക്ക് എലമെൻറ്റ് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പീരിയോഡിക് ടേബിളിനെ ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറയും. അതിൽ ആ ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ 4 ബ്ലോക്കുകളായിട്ടാണ് പ്രധാനമായിട്ട് തിരിക്കുക. അതിൽ ഓരോ ബ്ലോക്കുകളെ കുറിച്ച് നമുക്കൊരു ചാപ്റ്ററായിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഈ വർഷം +1 പഠിക്കാനുള്ളത് 2 ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ് മെയിനായിട്ട്. എസ് ബ്ലോക്കും പി ബ്ലോക്കിൻ്റെ പകുതി,
അതാണ് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഒന്നാമത്തെ, നമുക്ക് 9ാമത്തെ ചാപ്റ്ററായി കണക്കാക്കുക. അടുത്ത 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഇതാണ് 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻറ്റുകൾ, ഒരു പീരിയോഡിക് ടേബിളിലെ 13 മുതൽ 18 വരെയുള്ള എലമെൻറ്റുകളെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റുകളായി കൺസിഡർ ചെയ്തിരിക്കുക. അതിൽ നമുക്ക് വെറും 2 ഗ്രൂപ്പുകളെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. 13ഉം 14ാമത്തെ ഗ്രൂപ്പിനെയും കുറിച്ചിട്ടാണ് പി ബ്ലോക്ക് എലമെൻറ്റ് +1 പഠിക്കാനുള്ളത്. ബാക്കി +2 പഠിക്കാനുള്ളത്. അടുത്ത് അത് കഴിഞ്ഞ് വരുന്നത് ഈ പറയുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഹൈഡ്രജൻ, ഇത് ഈ പറയുന്ന ഹൈഡ്രജനിൻ്റെ ഇടയിൽ വരുന്നതാണ്. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽത്തേനും അതിൽ 1ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടും ഹൈഡ്രജന്റെ പൊസിഷനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന പാഠമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അടുത്ത 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ്. ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ, അതായത് കെമിസ്ട്രിയുടെ ബ്രാഞ്ചസിലെ കാർബണിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കാർബണിൻ്റെ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നത്, കാരണം നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് ഒരുപാട് കോമ്പൗണ്ട്, കാർബണിന് ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. ആ ഒത്തിരി കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ആ കാർബണിൻ്റെ കോമ്പൗണ്ടുകളിൽ നെയിമിങ്, അതായത് ആ പറയുന്ന കാർബണിൻ്റെ കോമ്പൗണ്ടുകൾക്ക് പേരെഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഇനി അടുത്ത 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നെയാണ്. കാർബണും ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബണും ഹൈഡ്രജനും ചേർന്ന കോമ്പൗണ്ടുകളാണ് കൂടുതലും ഹൈഡ്രോ കാർബൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാർബൺ ഹൈഡ്രജനോടൊപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, അതായത് OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആൽക്കഹോൾ, അങ്ങനെ പോലുള്ള ചില ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നമ്മൾ ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മുടെ ഫൈനലി ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എൻവയോൺമെൻ്റൽ കെമിസ്ട്രി എന്ന് പറയും. എൻവയോൺമെൻ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നതിൽ നമ്മുടെ ഈ പറയുന്ന എൻവയോൺമെൻറ്റിൽ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ നമ്മുടെ സോയിൽ എടുത്തു കഴിഞ്ഞാൽ സോയിലിൽ എന്തൊക്കെ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ, അങ്ങനെ ഓരോരോ സെക്ഷനിൽ കെമിസ്ട്രിക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ എൻവയോൺമെൻ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത് പഠിക്കുന്നു. ഇതിപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമുക്ക് ഈ പറയുന്ന ഓരോ ചാപ്റ്ററിലെയും ഡീറ്റെയിൽഡ് പാർട്ട് നമുക്ക് ഓരോ സെക്ഷൻ കഴിയുമ്പോഴത്തേനും, അതായത് ഓരോ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ അത് ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ടെൻഷൻ ഒന്നും ആവണ്ട. ഈ പറയും പോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കും. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം നമുക്കിപ്പം നോക്കാം ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഈ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ എന്താണ് മാറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. എന്താണ് മാറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മാറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ പറയുന്ന മാറ്ററിനെ ഏതൊക്കെ ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയും. അതായത് എന്താണ് മാസ്, അതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. എന്താണ് മാസ്, അവയുടെ യൂണിറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ +1 ഫിസിക്സിലും പഠിക്കും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ
അതിൻ്റെ കൂടെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും കൂടെ ഉണ്ട്. 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്. അതുപോലെ ഈ പറയുന്ന ഇതിന് പുറമേ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെ തന്നെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് പിന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ ഡെസിമൽ വെച്ചിട്ടുള്ള നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെസിമൽ അതായത് ഈ പറയുന്ന പോയിന്റ് വരുന്ന സംഖ്യകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2.3, അതുപോലെ തന്നെ 4.78 അങ്ങനെയൊക്കെയുള്ള കുറേ നമ്പറുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ചാപ്റ്ററിൽ ഈ ഡെസിമലിനെയൊക്കെ റൗണ്ട് ചെയ്യാൻ, കാരണം നമ്മളിപ്പം കുറേ നമ്പർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ 4.777 4.7777 ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്പറിനെ റൗണ്ട് ചെയ്ത് 2 വാല്യൂയിലൊക്കെ ആക്കി എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. റൗണ്ടിങ് ഓഫ് എ വാല്യൂ, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒന്നാണ്. അതുപോലെ അതിന് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അതായത് ഇതിലെത്ര പ്രധാനപ്പെട്ട നമ്പേഴ്സ്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതൊന്ന് അടുത്ത. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ഇത് ഓരോരോ സെക്ഷനാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിലവിൽ കാണുന്നത് കോമ്പൗണ്ടുകളെ കുറിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ടുകളെ കുറിച്ച് മാത്രമേ നമുക്കറിയാം. ഇത് എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി എന്നുള്ളത് ചില ലോകളുടെ, അതായത് പ്രധാനപ്പെട്ട ചില നിയമങ്ങളുടെ ബേസിസിലാണ് ഈ പറയുന്ന എന്തുണ്ടായിരിക്കുന്നത്, കോമ്പൗണ്ടുകൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ നമുക്ക് പ്രധാനമായിട്ടും 4-5 ലോയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് നമ്മൾ നേരത്തെ കുഞ്ഞു ക്ലാസ്സുകളിലെ നേരത്തെ പഠിക്കുന്നതാണ് എനർജി, ഊർജത്തിൻ്റെ സംരക്ഷണം, എനർജി കൺസർവേഷനൊക്കെ. അതുപോലെ തന്നെ ഇവിടെയും മാസിനും കൺസർവേഷൻ ഉണ്ട്. അത് എന്താണ് നമ്മൾ നേരത്തെ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്ന എനർജി കൺസർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം. നമുക്ക് ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മാസിൻ്റെ കൺസർവേഷൻ ഉണ്ട്. അടുത്ത രണ്ടാമത്തത് എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അതായത് ഇപ്പോൾ ജനറലി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫിക്സഡ്, കാരണം അതിൻ്റെ ഫോർമുലയിൽ നമുക്ക് വേറെ ചേഞ്ച് ഒന്നുമില്ല, അതൊരു ഫിക്സഡ് പ്രപ്പോർഷനിലാണ് ഈ പറയുന്ന H2O. കാരണം വേറെ ഒരു ഫോർമുല എഴുതി കഴിഞ്ഞാൽ അങ്ങനെ H2O എന്ന് നമ്മൾ പറയൂല, കാരണം അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ, ആ പറയുന്ന ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ മാത്രമേ ആ കോമ്പൗണ്ട് എന്ത് ചെയ്യുള്ളൂ, ഫോം ചെയ്യുള്ളൂ. ഇവിടെ ഒരു ഓക്സിജൻ ആണെന്നുണ്ട് എങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 2 ഓക്സിജൻ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ഓക്സിജൻ്റെ നമ്പറിലാണ് എന്ത് എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയുണ്ടോ അതിൻ്റെ ഡബിളാണ് ഇവിടെ വന്നിരിക്കുന്ന ഓക്സിജനിൽ വന്നിട്ടുള്ളത്. കാർബണിൻ്റെ മാസിനാണെങ്കിൽ 2 കോമ്പൗണ്ടുകളിലും വ്യത്യാസം വന്നിട്ടില്ല എന്നാ. അടുത്ത് പറയുക, ഈ പറയുന്ന വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ H2Oയും H2O2. ഈ പറയുന്ന H2O എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ, പ്യുവർ വാട്ടറിനെയാണ് നമ്മൾ H2O എന്ന് പറയുന്നത്. H2O2 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയും. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചിലടത്ത് മുറിവൊക്കെ കൊണ്ടുപോകുമ്പോൾ ആദ്യം അവരെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെള്ള കളർ സൊല്യൂഷൻ ഒഴിക്കും, അതിങ്ങനെ പതഞ്ഞു വരും. അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്ന് പറയുക. അപ്പോൾ ഇതിലും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്, ഹൈഡ്രജൻ്റെ മാസിന് വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെയും H2 തന്നെ, ഇവിടെയും H2 തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഓക്സിജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഓക്സിജനാണ്, അതിൻ്റെ ഡബിൾ ദ നമ്പറാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഇരട്ടിയാണ് ഇപ്പുറത്ത് വന്നിരിക്കുക. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമതൊരു ലോ പറയുന്നത് ഗാലൂസാക്സ് ലോ എന്ന് പറയും. ഗാലൂസാക്സ് ലോ എന്ന് പറയും. ഗാലൂസാക്സ് ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസുകളെ സംബന്ധിച്ചുള്ള ലോയാണ്. ഈ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസുകളെ സംബന്ധിച്ചുള്ള ലോയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നു ചേരുന്ന ആൾക്കാരും, അതായത് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയണത്,
ഈ പറയുന്ന റിയാക്റ്റന്റ് മോളിക്യൂൾസ് എന്ന് പറയുക. അപ്പം വന്നു ചേരുന്ന ആൾക്കാരും ഗ്യാസ് ആയിരിക്കണം, അടുത്ത് തിരിച്ച് കിട്ടുന്നതും എന്തായിരിക്കണം? ഗ്യാസ് ആയിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റും ഗ്യാസ് ആയിരിക്കണം, വന്നു ചേരുന്ന ആൾക്കാരും ഗ്യാസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലോ പറയാൻ പറ്റുള്ളൂ? ഗാലൂസാക്സിന്റെ ലോ പറയാനായിട്ട് പറ്റുള്ളൂ. ഈ ഗാലൂസാക്സിന്റെ ലോ പറയുമ്പോൾ നമ്മൾ പറയുക വോളിയം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഗ്യാസുകളുടെ വോളിയം ബേസ് ചെയ്തിട്ട് ഒരു പ്രപ്പോർഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗാലൂസാക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഗാലൂസാക്സ് ലോ പറയുന്നത്. പിന്നെ ഇടയ്ക്കൊരു ലോ കൂടെ പറയുന്നുണ്ട്, അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ പറയുന്നത് ഗ്യാസുകളെ സംബന്ധിച്ച് തന്നെ ഗ്യാസിൻ്റെ വോളിയവും അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് ഈ പറയുന്ന ഗ്യാസിൻ്റെ തന്നെയാണ് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ത് ലോ വഴി പറയുക? അവോഗാഡ്രോസ് ലോ വഴി പറയും. അപ്പോൾ അവോഗാഡ്രോസ് ലോ പറയുകയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? ഗ്യാസിൻ്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്? അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ മലയാളത്തിൽ നമ്മൾ തന്മാത്രകൾ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് ലോ പറയുന്നത്? അവോഗാഡ്രോസ് ലോ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ പറയുന്ന ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കെമിക്കൽ കോമ്പിനേഷൻ, അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഹൈഡ്രജൻ പെറോക്സൈഡ് ആയാലും വാട്ടർ ആയാലും അങ്ങനെ പറയുന്ന എല്ലാ മോളിക്യൂളും ഉണ്ടായിരിക്കുന്നത് വെറുതെ നമുക്ക് കിട്ടുന്നതല്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ആറ്റംസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ മോളിക്യൂൾസ്, ഇവ പരസ്പരം ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ പറയുന്ന മോളിക്യൂൾസ് പരസ്പരം ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഈ പറയുന്ന മോളിക്യൂൾസ് ഉണ്ട്. അതിന് വെറുതെ അല്ല ഉണ്ടാവുന്നത്, ഈ പറയുന്ന പോലെ കുറച്ച് ലോസ്, അതേപോലെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് ഈ പറയുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ലോ പറഞ്ഞു, എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയും. രണ്ടാമത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. രണ്ടാമത്തെ ലോ പറയുന്ന പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയും. മൂന്നാമത്തെ ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്നാണ്. അടുത്ത നാലാമത്തെ ലോയെ പറയുന്ന പേര് ഗാലൂസാക്സ് ലോ എന്നാണ്. അഞ്ചാമത്തെ ലോയെ പറയുന്ന പേര് അവോഗാഡ്രോസ് ലോ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് ആരുടെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയും പോലെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന എനർജി, ഊർജത്തിൻ്റെ സംരക്ഷണം പോലെ മാസിനെയും സംരക്ഷണം ഉണ്ട്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുക ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ മോളിക്യൂൾസും അല്ലെങ്കിൽ എല്ലാ കോമ്പൗണ്ടുകളും ഒരു ഫിക്സഡ് പ്രപ്പോർഷൻ, അതായത് അവയുടെ വെയ്റ്റിൻ്റെ ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും. ഫിക്സഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റിൻ്റെ ഒരു പ്രത്യേക ഒരു അനുപാതം, ഒരു റേഷ്യോ, ആ റേഷ്യോയിൽ മാത്രമേ ആ പറയുന്ന കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുള്ളൂ. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണിതങ്ങൾ, അതായത് എങ്ങനെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ എത്ര അറ്റോമിക് വെയിറ്റ് ഉണ്ടോ അതിൻ്റെ ഡബിളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ അതിലെ ഓക്സിജൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും എടുത്തു. അതിൽ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും എടുക്കുമ്പോൾ ആ ഓക്സിജൻ്റെ അറ്റോമിക് വെയിറ്റുകളിലാണ് വ്യത്യാസം. അങ്ങനെ ഇതിലെ ഓക്സിജൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണോ അതിൻ്റെ ഡബിളാണ് എവിടെ വരുന്നത്? ഇതിൽ വരിക. അപ്പോൾ അടുത്ത ഗാലൂസാക്സ് ലോയുടെ കേസ് പറഞ്ഞു. ഗാലൂസാക്സ് ലോ എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കണം? ഗ്യാസ് ആയിരിക്കണം. അതായത് വന്നു ചേരുന്ന ആൾക്കാരും ഗ്യാസ് ആയിരിക്കണം, ചേർന്ന് കിട്ടുന്ന ആൾക്കാരും ഗ്യാസ് ആയിരിക്കണം. അപ്പോഴുള്ള വോളിയത്തിൻ്റെ റേഷ്യോനെ പറ്റിയാണ് എന്ത് ലോ പറയുന്നത്? ഗാലൂസാക്സ് ലോ പറയുന്നത്. ഞാൻ അവോഗാഡ്രോസ് ലോയും പറഞ്ഞു, അതും ഒരു ഗ്യാസിൻ്റെ ലോ തന്നെയാണ്. അതിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ആ ഗ്യാസിൻ്റെ വോളിയവും നമ്പർ ഓഫ് മോൾസ്, അതിലടങ്ങിയിരിക്കുന്ന മോളുടെ നമ്പറും അതിൻ്റെ ബേസിസിലാണ് എന്ത് പറയുന്നത്? അവോഗാഡ്രോസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആദ്യത്തെ ചെറിയൊരു സെക്ഷനാണ്. ഇത്രയും പറയും. ഇനി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത് പറയുക എന്താണ് നമ്മൾ മോൾ എന്ന് പറഞ്ഞു, എന്താണ് മോൾ എന്ന് പറയുന്നത് നോക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ പാർട്ടിക്കിളിനും ഒരു അളവ് വേണം, നമ്പർ വേണം.
ആ നമ്പർ കെമിക്കൽ റിയാക്ഷനിൽ വരുമ്പോൾ ഈ പറയുന്ന കെമിക്കലായിട്ട് എടുക്കുന്ന ഓരോ കോമ്പൗണ്ടുകളെയും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റുകളെയും, നമ്മൾ പറയൂലേ ഓരോ എലമെൻറ്റ് അല്ലെങ്കിൽ ഓരോ ആറ്റം അല്ലെങ്കിൽ ഓരോ മോളിക്യൂള് അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിനെയും എമൗണ്ട് മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെ പറയുന്ന വേർഡാണ് മോൾ എന്ന് പറയും. അപ്പോൾ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നമ്മളിപ്പോൾ നേരത്തെ പറയുമ്പോൾ മാസിന് നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊടുക്കും, അടുത്ത ലെങ്തിന് നമ്മൾ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊടുക്കും. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ യൂണിറ്റ് കൊടുക്കുന്നത് പോലെ നമ്മൾ ഇവിടെ എടുക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എടുക്കുന്ന അളവ്, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എടുക്കുന്ന കെമിക്കൽ ക്വാണ്ടിറ്റി എന്താണോ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്, മോൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു. എന്താണ് മോൾ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മോൾ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണോ, ഇപ്പോൾ ചിലപ്പോൾ എടുത്തിരിക്കുന്നത് H2O എന്നാണ്. അപ്പോൾ ആ H2O എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് മെഷർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറയുന്ന ഏത് കെമിക്കൽ കോമ്പൗണ്ട് എടുത്താലും ശരി തന്നെ, അതിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, കാർബൺ മോണോക്സൈഡ് ആയിക്കോട്ടെ, അടുത്ത വാട്ടർ ആയിക്കോട്ടെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, അതുപോലെ ഷുഗർ ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, എന്തായാലും ശരി തന്നെ നമ്മൾ എടുക്കുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷനിൽ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ എന്ന് പറയുന്നത്. ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി, അതായത് ആ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ എന്ന് പറയുന്നത്. നമ്മളത് ഇവിടെ പഠിക്കുമ്പോൾ പഠിക്കും. ഇനി അടുത്ത് പറയുക, ഇതിൽ തന്നെ എന്താണ് മോൾ കൺസെപ്റ്റ്, അതിൽ എന്താണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അത് ഇവിടുത്തെ അടുത്തൊരു ടേമാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മോൾ എന്നൊക്കെ ഉള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയും. എന്താണ് അവഗാഡ്രോ നമ്പർ എന്നുള്ളതിനെ കുറിച്ച് പറയും. അതായത് ഈ പറയുന്ന അവഗാഡ്രോ നമ്പറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് അവഗാഡ്രോ നമ്പർ എന്നുള്ളതിനെ കുറിച്ച്. അവഗാഡ്രോ നമ്പറിന് ഒരു വാല്യൂ ഉണ്ട്. അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.022 × 10⁻23 എന്നാണ്. 6.022 × 10⁻23 ആണ്. ഇതൊരു വാല്യൂ ആണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, ഇത് മാറില്ല ഒരിക്കലും. അതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മോൾ കൺസെപ്റ്റിൽ അവഗാഡ്രോ നമ്പറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറയുന്ന മോൾ കൺസെപ്റ്റിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ അതിൽ പഠിക്കുമ്പോൾ പഠിക്കും. അതാണ് മോൾ കൺസെപ്റ്റും അവഗാഡ്രോ നമ്പറും തമ്മിൽ വളരെയധികം റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ പറയുന്ന ഓരോ ടേം അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ടുകളും നമ്മൾ പറയുന്നത് ഈ പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ, മോള് ഇതുപോലുള്ള കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയും. കാരണം എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന അവഗാഡ്രോ നമ്പറും മോൾ കൺസെപ്റ്റൊക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അടുത്ത ഇതേ മോൾ കൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മൾ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയും. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയും. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയും. അതായത് ഈ പറയുന്ന ഒരു കെമിക്കൽ ബാലൻസ്ഡ് ഇക്വേഷൻ, അതായത് ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്നിരിക്കട്ടെ, വളരെ അധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഇക്വേഷൻ കെമിക്കലി ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം എഴുതുകയാണ്. ഇപ്പോൾ H2 + O2 gives H2O എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. കാരണം ലെഫ്റ്റ് സൈഡ് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, റൈറ്റ് സൈഡും 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസ് ഓക്കെയാണ്, കാരണം അത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. പക്ഷെ എന്നാൽ ഓക്സിജൻ്റെ കേസ് എടുത്താൽ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, പക്ഷേ ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ, 1 ഓക്സിജൻ്റെ കുറവുണ്ട്. അത് നമ്മൾ ബാലൻസ് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഒരിക്കലും നമുക്ക് താഴെ നമ്പർ എഴുതി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് മുന്നിൽ. അപ്പോൾ എന്തായി, ഇവിടെ ഈ പറയുന്ന 2 ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കോമൺലി ബാധകമാണ്. ഈ പറയുന്ന 2 ഈ ഹൈഡ്രജനും ഓക്സിജനും ബാധകമാണ്. ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ ഹൈഡ്രജനും ഓക്സിജനും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ കേസ് ഓക്കെ ആയി, കാരണം 2 ഓക്സിജൻ ഇപ്പുറത്തുമായി 2 ഓക്സിജൻ ഇവിടെയുമായി. അപ്പോൾ ഓക്സിജൻ്റെ കേസ് ഓക്കെ ആയി.
അടുത്ത ഹൈഡ്രജൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഓൾറെഡി ബാലൻസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്തപ്പം ഈ പറയുന്ന 2 × 2 അപ്പോൾ എത്ര ഹൈഡ്രജൻ ആയി? 4 ഹൈഡ്രജൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ 4 ഹൈഡ്രജൻ ആയി. എത്ര ഓക്സിജനുമായി? 2 ഓക്സിജനുമായി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ഹൈഡ്രജനും ഓക്സിജൻ എത്രയായി? 2 ഓക്സിജനായി. ഇപ്പം ബാലൻസ്ഡ് കണ്ടീഷൻ അല്ല, കാരണം ഇവിടെ ഇപ്പം 4 ഇവിടെ ഇപ്പം 2 നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തല്ല? ബാലൻസ്ഡ് കണ്ടീഷൻ അല്ല. ബാലൻസ് ആക്കണം നമ്മൾ. എങ്ങനെ ബാലൻസ് ആക്കും? ഈ 2നെ കൂടെ നമ്മളെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അത് ഇവിടെ ഒരു 2 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 × 2 എന്തായി? 4 ആയി. ഇപ്പോൾ ബാലൻസ്ഡ് ആയി. കാരണം ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡും 4 ഹൈഡ്രജൻ, റൈറ്റ് ഹാൻഡ് സൈഡും അതായത് ഇവിടെ നമ്മൾ ഇടതുവശത്തും 4 ഹൈഡ്രജൻ, വലതുവശത്തും 4 ഹൈഡ്രജൻ. അടുത്ത ഓക്സിജൻ രണ്ടാമത്തെ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, അവിടെയും എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 കേസും എന്തായി? ഓക്കെ. ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ കെമിക്കലി ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ കെമിക്കലി ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷനിൽ, അതായത് ഇപ്പം നമ്മളൊരു ഉദാഹരണമായിട്ട് പറയണത്, ഇത് എക്സ്പ്ലനേഷൻ അല്ല, വെറുതെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ഒരു കണക്കുണ്ട്. ഈ കണക്കിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ, ഇപ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് 50 ഗ്രാം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു ഉദാഹരണം. ഇതിപ്പോൾ 50 ഗ്രാം, നമുക്ക് ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. ഇപ്പം അല്ലാതെ പറയുകയാണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ഹൈഡ്രജൻ്റെ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഇപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഇവിടെ നമുക്ക് മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. 4 ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓക്സിജന് അറ്റോമിക് മാസ് 1 ആണെങ്കിൽ ഒരു ഹൈഡ്രജന് അറ്റോമിക് മാസ് 1 ആണെങ്കിൽ 4 ഹൈഡ്രജന് അറ്റോമിക് മാസ് എത്രയാവും? 4 ആവും. അപ്പോൾ 4 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്ര ഗ്രാമായി? 4 ഗ്രാമായി. ഒരു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 അങ്ങനെയെങ്കിൽ 2 ഓക്സിജൻ ആവുമ്പോൾ ഇതെങ്ങനെ വരും? 2 × 16 16. അപ്പോൾ എത്ര ഗ്രാം എന്ന് വരും? 32 ഗ്രാം എന്ന് വരും. ഓക്കെ. അടുത്ത ഇവിടെ വാട്ടറിൻ്റെ അറ്റോമിക് മാസ് എന്നല്ല പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇതിനെ അറ്റോമിക് മാസ് എന്ന് പറയരുത്, എന്തെന്ന് പറയണം? മോളിക്യുലാർ മാസ് എന്ന് പറയണം. എന്തെന്ന് പറയണം? മോളിക്യുലാർ മാസ്. മോളിക്യൂളിൻ്റെ മാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലാർ, ഗ്രാമിൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ, ഞാനിപ്പോൾ ഈ 2 കൺസിഡർ ചെയ്യുന്നില്ല, അല്ലാതെ വെറും H2ൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജന് അറ്റോമിക് മാസ് 1, അങ്ങനെയെങ്കിൽ ഇവിടെ 2 ഹൈഡ്രജൻ ആകുമ്പോൾ എന്താവും? 2 പ്ലസ് ഒരു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാ? 16. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഗ്രാം? 18 ഗ്രാം. അപ്പോൾ ഒരു വാട്ടറിനെ സംബന്ധിച്ചാണ് 18 ഗ്രാം. ഇവിടെ പക്ഷേ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട്? 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ എങ്ങനെ വരും? 2 × 18. അപ്പോൾ എത്ര ഗ്രാം? 36 ഗ്രാം. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന 2 × 18 എന്ന് പറയുന്നത് 36 ഗ്രാമാണ്. ഓക്കെ, ക്ലിയറായി? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ പഠിച്ചത് എന്ന് പറയുന്നത്, നമ്മളിപ്പം മൊത്തത്തിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. നമ്മൾ +1 കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞു 14, മൊത്തം നമുക്ക് 14 ചാപ്റ്ററുകൾ പഠിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ചാപ്റ്ററിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യം എന്തൊക്കെ പറഞ്ഞു? എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച്, അതിൻ്റെ ഓരോരോ കണ്ടന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് മാറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല, എന്താണ് ജസ്റ്റ് അതിലെ കണ്ടന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മാറ്റർ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മോളിക്യൂൾസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ ആറ്റംസ് പരസ്പരം കൂടിച്ചേരുന്നു, അത് ചില ലോകളുടെ ബേസിസിലാണ്, ചില നിയമങ്ങളുടെ ബേസിസിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു.
അതുപോലെ തന്നെ അത് ഏതൊക്കെ നിയമങ്ങളാണ് എന്ന് പറഞ്ഞു, അങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു. എന്താണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട്. എന്താണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ വരുന്ന ഒരു ടേമാണ്, അതിൻ്റെ റിലേഷനായിട്ട് വരുന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞു, അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്താണ് എന്ന് പറഞ്ഞു, അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനെ പറ്റിയുള്ള ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. അപ്പോൾ ഈ പറയുന്ന ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ അതിൽ വീഡിയോ കോൺഫറൻസിങ് വഴി ഇതിൻ്റെ ഡൗട്ടെല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കി അടുത്ത ക്ലാസ്സിന് കാണാം.